ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ് കെയറിനെ കുറിച്ചാണ്. ചുണ്ടിൻ്റെ സംരക്ഷണത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ സ്കിൻ കെയർ ചെയ്യും, ഹെയർ കെയർ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ എന്താ പറയുക, ലിപ് കെയർ ഒക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. ചെയ്യുന്നവരുണ്ട്, ഇപ്പം എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ എന്താ പറയുക ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലിപ് കെയറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലിപ്പിൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് നമ്മുടെ ചുണ്ടൊക്കെ കറുത്ത് വരിക, അപ്പോൾ അത് നല്ല രീതിക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ലിപ്സ് നോക്കുകയാണെങ്കിൽ എൻ്റെ ലിപ്സ് നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പറയുക ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിക്ക് ലിപ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് റിലേറ്റഡ് ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന മെലാനിൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ലിപ് പിഗ്മെൻറ്റേഷൻ വരിക. ഈ മെലാനിൻ എന്ന് പറയുന്ന സംഭവം റിലീസ് ചെയ്യുമ്പോൾ ഈ മെലാനിൻ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ലിപ് പിഗ്മെൻറ്റേഷൻ വരിക. ഈ മെലാനിൻ നമുക്ക് ലിപ് പിഗ്മെൻറ്റേഷൻ മാത്രമല്ല, ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാനും ഹെയറിൽ ഒക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെലാനിൻ കൂടിയോണ്ടാണ് ലിപ്പിന് ഈ പറയുന്ന ഒരു ബ്ലാക്ക് കളർ വരാനും കാരണമാവുന്നത്. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആവാനുള്ള റീസൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാൻ നമുക്കറിയാം. ഫേസ് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് സൺസ്ക്രീനൊക്കെ ഇടുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ ഫേസിൽ ടാൻ അടിക്കും വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലിപ്പിന് സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിപ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ, അതായത് അധികം വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വരുമ്പോഴും ലിപ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ജനറ്റിക്കലി ഉള്ളവരുണ്ട്, ജനിച്ച കാലം മുതലേ. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചൊരു കാലം മുതൽ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്ക് ലിപ്പിന് വലിയ കളറൊന്നുമില്ല. ഇപ്പോഴാണ് പിന്നെ എന്തെങ്കിലും മാറ്റം വരാൻ തുടങ്ങിയത്. അത്യാവശ്യം എന്താ പറയുക, എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ലിപ്പിന് വലിയ കളറൊന്നുമില്ല. എന്നിട്ട് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ കളി വെക്കുന്നു, സിഗരറ്റ് വലിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലിപ്പ് ബ്ലാക്ക് ആകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ലിപ്പ് ബ്ലാക്ക് ആവാൻ ആവാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്സിന്റെ ഫ്രീക്വന്റ് യൂസ്. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും ലിക്വിഡ് ലിപ്സ്റ്റിക്സ്. അപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് പിന്നെ അതുപോലെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലിപ്പ് നല്ല രീതിക്ക് പിഗ്മെന്റഡ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് പറയാനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ പറയാണ്, നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ ലിപ്സ് എന്തായാലും ഡാർക്ക് ആയിരിക്കും. പിന്നെ എനിക്ക് പണ്ട് മുതലേ ലിപ്സ് ഡാർക്ക് ആയതുകൊണ്ടായിരുന്നു ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡാർക്ക് എന്നുള്ള ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ലിപ് പിഗ്മെൻറ്റേഷൻ ഒഴിവാക്കാന്നല്ല, അതായത് എങ്ങനെ കുറയ്ക്കാം എന്നത് പറയാം. അപ്പം അതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം റെമഡീസ് അവൈലബിൾ ആണ്. ഹോം റെമഡീസും ഉണ്ട്, അല്ലാതെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സ്ക്രബ് ഇതൊക്കെ യൂസ് ചെയ്താൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക നാച്ചുറൽ റെമഡീസ് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ദിവസമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ലിപ്പിന് മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ജെനുവിൻ ആയിട്ട് പറയുക. എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലിപ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, കാപ്പിപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാര നമ്മുടെ ലിപ്പിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ലിപ്പിലുള്ള ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാപ്പിപ്പൊടിയും ഇച്ചിരി മതി, കുറച്ച് കാപ്പിപ്പൊടി അതേപോലെ കുറച്ച് എന്താ പറയുക നമ്മുടെ പഞ്ചസാരയും പിന്നെ ഒരു 2-3 ഡ്രോപ്പ് വെള്ളവും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് കഴുകിക്കളയാം. അപ്പം ഇത് തേച്ചാൽ മാത്രം പോരാ, ഇത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഉറച്ചു കൊടുക്കാം. ഭയങ്കര ഹാർഷാക്കരുത്, ജെന്റിലായിട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ലിപ്പ് കഴുകിക്കളയാം.
ശേഷം ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ലിപ് മാസ്ക് ഇട്ട് കൊടുക്കുക എന്നാണ്. ഈ ലിപ് മാസ്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് നമ്മുടെ ടെർമറിക്കോ, മഞ്ഞപ്പൊടി കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളവും, ഒന്നെങ്കിൽ കുറച്ച് വെള്ളം, അല്ലെങ്കിൽ അതിലും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാല് ലേശം മതി, ഒരു ചെറിയൊരു സ്പൂൺ പാല് മതി. ഇത് ജസ്റ്റ് മിക്സ്, അതായത് നമ്മുടെ ചുണ്ടിന് വേണ്ട എത്ര ക്വാണ്ടിറ്റി നമുക്കറിയാമല്ലോ. ജസ്റ്റ് അത് മിക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ലിപ്സിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ ഒരു 10-15 മിനിറ്റോ ഡ്രൈ ആവാൻ അത് വെക്കുക. ശേഷം അത് കഴുകിക്കളയാം. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്പിന് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിലൊന്നെങ്കിൽ എന്തെങ്കിലും ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും ലിപ് ബാം പരട്ടി കൊടുക്കുക. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്കൊന്നെങ്കിൽ കോക്കനട്ട് ഓയിൽ കുറച്ച് പരട്ടി കൊടുക്കുക ഇതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നെയ്യ് പരട്ടി കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ടൊരു 7 to 8 days ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പിങ്ക് ലിപ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം മൊത്തം പിഗ്മെന്റേഷൻ പോയിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറേയൊക്കെ കളറിന് വ്യത്യാസമുണ്ടാവും. അപ്പോൾ എൻ്റെ ചുണ്ടിനൊക്കെ അത്യാവശ്യം വ്യത്യാസം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുത്തത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും ലിപ്സ്റ്റിക്സ് ഡെയിലി യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ഡെയിലി ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ കമ്പാരിറ്റീവ്ലി കുറച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈവൻ ഒന്ന് ഇവിടുന്ന് തറവാട് വരെ പോകാനോ അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള അമ്പലം വരെ പോകാൻ വരെ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിരുന്ന ഒരാൾ. കമ്പാരിറ്റീവ്ലി ഞാനത് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ മാറ്റം എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലിപ്സ്റ്റിക്സും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ലിപ് കെയർ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ നമ്മുടെ ലിപ് ബാം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഏത് വീഡിയോ വേണമെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.